കടൽഭിത്തിക്ക് വേണ്ടി ഉപവാസ സമരവുമായി വൈദികർ. ശക്തമായ കടൽക്ഷോഭം നേരിടുന്ന കണ്ണമാലി പുത്തൻതോട് മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള പ്രദേശങ്ങളിൽ സുരക്ഷിത കടൽഭിത്തി ആവശ്യപ്പെട്ട് ആലപ്പുഴ കൊച്ചി രൂപതകളിലെ വൈദികർ ഉപവാസ സമരം നടത്തി. തോപ്പുംപടി BOT ജംഗ്ഷനിൽ നടന്ന ഉപവാസ ധർണ KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ള സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ശക്തമായ കടലാക്രമണം നേരിടുന്ന ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലി പുത്തൻതോട് മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള പ്രദേശങ്ങളിൽ സുരക്ഷിത കടൽഭിത്തി ആവശ്യപ്പെട്ട് ആലപ്പുഴ കൊച്ചി രൂപതകളിലെ വൈദികരുടെ നേതൃത്വത്തിൽ തോപ്പുംപടി BOT ജംഗ്ഷനിൽ ഉപവാസ ധർണ നടത്തി. ഇതോടനുബന്ധിച്ച് തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നിന്ന് ആരംഭിച്ച വൈദികരുടെ റാലി കൃപാസനം ഡയറക്ടർ റവറന്റ് ഡോക്ടർ VP ജോസഫ് വലിയ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. വരാപ്പുഴ അതിരൂപത സഹായ മെത്രാൻ റൈറ്റ് റവറന്റ് ഡോക്ടർ ആന്റണി വാലുമേൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. BOT ജംഗ്ഷനിൽ നടന്ന ഉപവാസ ധർണ KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് ഉദ്ഘാടനം ചെയ്തു. കിഴക്ക് ഭാഗത്തുള്ള വില്ലിംഗ്ടൺ ഐലൻഡിന്റെ ആ തുറമുഖമായി മാറ്റാനായിട്ട് റോബർട്ട് ബ്രിസ്റ്റോ തുടങ്ങിവെച്ച വലിയ പദ്ധതിയുടെ പ്രത്യാഘാതം എന്ന നിലയിലാണ് ഇന്ന് ഈ കൊച്ചിയുടെ പശ്ചിമ തീരത്ത് കാണുന്ന ദുരന്തം. കയറിച്ചെല്ലാനം അതല്ലെങ്കിൽ കടൽ എന്ന് പറയുന്ന ഏജൻസി മുന്നോട്ട് വരികയും ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തി ഒരു റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കുകയും ചെയ്തത്. സമരസമിതി ചെയർമാൻ റവറന്റ് ഡോക്ടർ ജോണി സൈബർ പുതുക്കാട് വിഷയാവതരണം നടത്തി. ഒരു നൂറ്റാണ്ടാവുന്നു നമ്മുടെ തുറമുഖം ഇന്നത്തെ രീതിയിലേക്ക് പുരോഗമന പാതയിലേക്ക് എത്തുന്നത്. ആഴം കൂട്ടുന്തോറും അരികിടുകയും അരികിലെ ജനമില്ലാതാവുകയും ചെയ്യുന്നത് പാവപ്പെട്ടവരായിരുന്നത് കൊണ്ടാണോ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ശ്രദ്ധിക്കാതിരുന്നത് എന്നുള്ള ചോദ്യം അന്നും ഇന്നും ഒരുപോലെ പ്രസക്തമായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, ഫോർട്ട് കൊച്ചി മുതൽ തെക്കേ ചെല്ലാനം അന്ധകാരനഴി വരെ പോഡിന്റെ കടൽഭിത്തി കൃത്യമായിട്ട് നിർമ്മിക്കുകയും അതിനോട് ചേർന്നുള്ള പുലിമുട്ടുകൾ ഇടുകയും ആ പുലിമുട്ടുകളിൽ ഈ വേമ്പനാട്ടുകായലിലെ എക്കല് കൊണ്ട് നിറയ്ക്കുകയും തുറമുഖത്തിന് ആഴം കൂട്ടുവാൻ ഓരോ ദിവസവും ട്രക്ക് ചെയ്യുന്ന മണ്ണും അവിടെ തന്നെ നിക്ഷേപിക്കുവാനും ഞങ്ങൾ ഒന്നടങ്കം കൊച്ചി നിവാസികള് ആവശ്യപ്പെടുകയാണ്. അധികാരികൾ അതിന് ചെവി കൊടുക്കണം. ഫാദർ സോളമൻ ചാരങ്ങാട്ട്, ഫാദർ ആന്റോണിറ്റോ പോൾ, ഫാദർ ജോൺസൺ തൗണ്ടയിൽ, ഫാദർ ജോൺസൺ പുത്തൻവീട്ടിൽ, KLCA സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു ജോസി കരിമഞ്ചേരി, KLCA വരാപ്പുഴ രൂപത പ്രസിഡന്റ് VJ പോൾ, നെൽസൺ കോച്ചേരി, KLCA ആലപ്പുഴ രൂപത പ്രസിഡന്റ് ജോൺ ബ്രിട്ടോ, ഫാദർ സാംസങ് അഞ്ചിപ്പറമ്പിൽ, ഫാദർ സിബിച്ചൻ ചെറുതിയിൽ, ലൂയിസ് തണ്ണിക്കോട്ട്, സോണി പവേലിൽ, ഫാദർ ജെയിംസ് പുന്നക്കൽ OCD, ഫാദർ സെബാസ്റ്റ്യൻ പനച്ചിക്കൽ, ഫാദർ അഗസ്റ്റിൻ കടേപ്പറമ്പിൽ, റവറൻ സിസ്റ്റർ ആലിസ് ലൂക്കോസ്, മെറ്റിൽഡ മൈക്കിൾ, സോഫി രാജു, ഫാദർ ജോഷി മയ്യാറ്റിൽ, ഇമ്മാനുവൽ, KCYM കൊച്ചി രൂപത പ്രസിഡന്റ് ഡാനിയ, കൊച്ചി രൂപത പ്രസിഡന്റ് പൈലി ആലുങ്കൽ, KLCA മുൻ സംസ്ഥാന പ്രസിഡന്റ് ഷാജി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ഭാഗത്തൊക്കെ വീടുകള് പലതും താമസിക്കാൻ പറ്റാത്ത വിധം പൂർണ്ണമായിട്ടും നശിച്ച അവസ്ഥയിലുണ്ട്. കുറേയൊക്കെ വീടുകളൊക്കെ ഒരുപാട് കേടുപാടുകൾ പറ്റിയ രീതിയിലാണ്. കണ്ണമാലി പുത്തൻതോട് മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കുക, തീരസംരക്ഷണം ഉറപ്പുവരുത്തുക, കായലിലെ എക്കൽ നീക്കി നീരൊഴുക്ക് ശക്തിപ്പെടുത്തുക, കടൽ തീരത്ത് താമസിക്കുന്നവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, സുരക്ഷിത കടൽഭിത്തി നിർമ്മിക്കാൻ സർക്കാർ പണം അനുവദിക്കുക, കടലാക്രമണത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.